മലപ്പുറം കൂരിയാട് ദേശീയപാതയിലുണ്ടായ അപകടം പരിശോധിക്കാൻ NHAI നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതി നാളെ സന്ദർശനം നടത്തും. മലപ്പുറം കലക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന പൊതുമരാമത്ത് സെക്രട്ടറിയും അപകട സ്ഥലം സന്ദർശിക്കും. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. യൂനുസ്, ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. നാളെ NHAIയുടെ വിദഗ്ധ സംഘം എത്തുന്നു. എപ്പോഴായിരിക്കും അവരുടെ സന്ദർശനം? ഒപ്പം ഈ സംസ്ഥാന പൊതുമരാമത്ത് സെക്രട്ടറിയുടെ സന്ദർശനം എപ്പോഴായിരിക്കും? നാളെ രാവിലെയോടെയായിരിക്കും ഈ NHAIയുടെ വിദഗ്ധ സംഘം, NHAIയുടെ സ്വതന്ത്ര വിദഗ്ധ സംഘം രാവിലെയോടെ ആയിരിക്കും കൂരിയാട് എത്തുക. അവർ വിശദമായ പരിശോധന നടത്തും. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ അപകടം ഒരു പ്രാഥമിക വിലയിരുത്തൽ, NHAIയുടെ പ്രാഥമിക വിലയിരുത്തൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു അപകടമല്ല നടന്നത്. കാരണം വെള്ളം ഊർന്നിറങ്ങി മണ്ണ് താഴ്ന്ന് അടിത്തറ ബലക്ഷയം സംഭവിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ NHAIയുടെ. ഈ സാഹചര്യത്തിലാണ് നിലവിൽ നാളെ സ്വതന്ത്ര വിദഗ്ധ സംഘം ഇവിടെ പരിശോധന നടത്തുന്നത്. ഇത് NHAIയുടെ അതോറിറ്റിയിലുള്ള സംഘമല്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു വിദഗ്ധ സംഘമാണ്. ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും NHAIയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇന്ന് കളക്ടറേറ്റിലെ യോഗത്തിൽ പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതോടൊപ്പം കളക്ടർ വ്യക്തമാക്കുന്നത് ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ല എന്ന ഉറപ്പ് NHAI നൽകിയെന്നും കളക്ടർ പറയുന്നു. അപ്പൊ ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. അതോടൊപ്പം NHAI പറയുന്നത്, കാരണം ഒരുപാട് പരാതികൾ വന്നിരുന്നു, ജനങ്ങൾ ഒരുപാട് പരാതികൾ ഉന്നയിച്ചിരുന്നു. ആ പരാതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല, കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നൊക്കെ ഒരുപാട് പരാതി. തലപ്പാറയിലടക്കം കൂടുതൽ വിള്ളലുകൾ കണ്ട ഭാഗങ്ങളൊക്കെ സംഘം സന്ദർശിക്കുമോ? അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? നിലവിൽ ആ ഒരു വിവരമില്ല സൈഫുദ്ദീൻ. കാരണം നിലവിൽ എത്തുന്നത് കൂരിയാടാണ്. കാരണം വലിയ അപകടം നടന്ന കൂരിയാടാണ്. ഈ ഒരു സാഹചര്യത്തിൽ തലപ്പാറയിൽ എത്തുമെന്ന് ഒന്ന് അറിയില്ല. കാരണം തലപ്പാറയിൽ എത്തുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടായിരിക്കണം നാഷണൽ ഹൈവേ അതോറിറ്റി നിലവിൽ വിള്ളൽ കണ്ട സ്ഥലം പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന നിലയിൽ അത് മൂടിയ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെ നാട്ടുകാർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്